കാമുകനായിരുന്നിരിക്കാം, കാമുകയായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, ഒരു കുടുംബത്തിൽ ഒരു വിധവയായ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തുന്ന ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കേവലം ഇവിടെ കൂടി നിൽക്കുന്ന ഈ ആളുകളുടെ മാത്രം ആവശ്യമല്ല. നേരെ മറിച്ച് കേരളത്തിലെ 1/2 കോടിയിൽ പരം വരുന്ന വിധവകളായ സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സഹോദരിമാർ ഇവിടെ നിന്ന് ശബ്ദിക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന പൊതുസമൂഹം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. നമുക്കറിയാം, കേരളത്തിൽ 3 കോടി ജനവിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിൽ അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ 1/2 കോടിയിൽ പരം വരുന്ന ആളുകൾ വിധവകളാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നല്ല സാരി കൊടുത്ത് നടക്കുന്ന, അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങളാരും അവരോട് നിങ്ങൾ വിധവയാണോ എന്ന് ചോദിക്കാറില്ല. കാരണം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വിധവയാണ് എന്ന് പറയുന്ന വിധത്തിൽ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് അവരെ കാണാൻ വേണ്ടി കഴിയില്ല. അതാണ് നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിധവകളായ തീരുന്ന സ്ത്രീകൾ സമൂഹത്തിൽ അവരുടെ ജീവിത യാത്രയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ, നിരാലംബരായി പോകുമ്പോ, തന്റെ ഭർത്താവ് ഒരു നിമിഷം നമ്മളാരും പ്രതീക്ഷിക്കാത്ത നേരത്ത് കവലെ പോലെ തന്റെ ഭർത്താവിനെ മരണം പിടികൂടുമ്പോ, ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോകുമ്പോ, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലാണ് വിധവ എന്ന് പറയുന്ന ഒരു അലങ്കാരിക പദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഭർത്താവ് മരിച്ചവർ മാത്രമല്ല, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നവർ, ഭർത്താവില്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള യാദൃശ്യമായി അങ്ങനെ സംഭവിക്കുന്ന ആളുകൾ, വിവാഹം കഴിഞ്ഞിട്ടും വിവാഹ പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകൾ,